ശലോം സഹോദരങ്ങളെ, ശബ്ബാത്ത് ശലോം. നമുക്കറിയാലേ, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ശബത്താണ് എന്ന്. പക്ഷെ ഞാനിത് എല്ലാ വീഡിയോയുടെയും തുടക്കം തന്നെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ശബത്ത് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല. അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് ശബത്ത് എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം ജനത ഉണ്ടാക്കിയതുമല്ല. തിരുവചനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണത്. മറന്നുപോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവം ഓർത്താചരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ശനിയാഴ്ച ശബത്ത്. 7ാം കാഹളം മുഴങ്ങാനിരിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത രഹസ്യം, അത് റിവീൽ ചെയ്യപ്പെട്ടതാണ് ഇത്. ദൈവം ഉണ്ടാക്കിയ 7ാം ദിവസത്തെ സൃഷ്ടി, ദൈവം വിശ്രമിച്ച ദിവസം, ദൈവത്തിൻ്റെ ദിവസം, അത് നമുക്കായിട്ട് ദൈവം ഗിഫ്റ്റ് തന്നു. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തെ ഓർക്കാൻ, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ. അന്നത്തെ ദിവസം നമ്മൾ എല്ലാ ജോലിയും മാറ്റിവെച്ച്, ലോകസുഖങ്ങളായ ഫോൺ, TV എന്നിവയെല്ലാം മാറ്റിവെച്ച്, അതായത് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ നമ്മളന്ന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പരിശുദ്ധമായിട്ട് ആചരിക്കാനായിട്ട് ദൈവം നിത്യനിയമമായിട്ട് കൽപ്പിച്ച ദിവസമാണ് ഈ 7ാം ദിവസമായ ശനിയാഴ്ച ശബത്ത്. ഈ 7ാം ദിവസത്തെ നമ്മൾ ബൈബിളിൽ ആദ്യമായിട്ട് കാണുന്നത് ഉൽപ്പത്തി 2:3 ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് പിന്നെയും പറയാൻ കാരണം, ഈ ശബത്ത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല എന്നുള്ള ഒരു അറിവിലേക്കാണ്. അത് ബൈബിളിൽ നിന്ന് തന്നെ കിട്ടിയതാണ് എന്നുള്ള എവിഡൻസ് ആണ് ഞാനീ പറയുന്നത്. ഉൽപ്പത്തി 2:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: താൻ സൃഷ്ടിച്ച് ഉണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ഓരോ ദിവസത്തെയും സൃഷ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, 7ാം ദിവസത്തെ അല്ലാതെ ദൈവം മറ്റൊരു ദിവസത്തെയും ശുദ്ധീകരിച്ചിട്ടില്ല. അനുഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ചൊവ്വാഴ്ച ഉൽപ്പത്തി 1:10 1:12 നോക്കിയാൽ നമുക്ക് 3ാം ദിവസം, അതായത് ചൊവ്വാഴ്ച, ദൈവം ഭൂമിയെയും സമുദ്രത്തെയും സൃഷ്ടിച്ചിട്ട് നല്ലത് എന്ന് പറയുന്നു. അന്ന് തന്നെ വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ഫലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചിട്ട് 2ാം പ്രാവശ്യവും നല്ലത് എന്ന് പറയുന്നു. ഇങ്ങനെ 2 പ്രാവശ്യം ദൈവം അനുഗ്രഹിച്ച നല്ലത് എന്ന് പറഞ്ഞ ദിവസമാണ് ചൊവ്വാഴ്ച. പിന്നെയും പറയുന്നുണ്ട്, ചില ദിവസങ്ങളിലൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒറ്റ ദിവസത്തെയും ശുദ്ധീകരിച്ചിട്ട് ദൈവം മനുഷ്യന് കൊടുത്തിട്ടില്ല. ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് കൊടുത്തത് ഒരൊറ്റ ദിവസമേ ഉള്ളൂ. അത് 7ാം ദിവസമാണ്, ശനിയാഴ്ചയാണ്. ഇനി അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലൊരു ചോദ്യം വരും, അപ്പോൾ മറ്റെല്ലാ ദിവസം എന്തോ ശുദ്ധമല്ലേ, അശുദ്ധമായിരുന്നോ? അങ്ങനെയല്ല, എല്ലാ ദിവസവും ദൈവം സൃഷ്ടിച്ചതാണ്. പക്ഷേ അത് മനുഷ്യനിലൂടെ സാത്താൻ ഓരോ ആരാധനയ്ക്കും മറ്റും ഉപയോഗിച്ച് അശുദ്ധമാക്കി. ഉദാഹരണം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ സൺഡേ, സൂര്യൻ ആരാധിക്കാനായിട്ട് സൺഡേ സൂര്യൻ്റെ ദിവസമായി ആ ദിവസം മനുഷ്യൻ ഉപയോഗിച്ചു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സാത്താന് അശുദ്ധമാക്കാൻ പറ്റാത്ത ഒരേ ദിവസമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അത് ദൈവം ശുദ്ധീകരിച്ച് നൽകിയത് കൊണ്ടാണ്. ആ ദിവസമാണ് 7ാം ദിവസം, ശനിയാഴ്ച. ഈ ശുദ്ധീകരിച്ച് നൽകിയത് കൊണ്ട് ഒരു കുഴപ്പം അതിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മനസ്സിൽ ശുദ്ധിയുള്ളവർക്ക് ഈ ശബത്ത് പറഞ്ഞാൽ മനസ്സിലാകുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ അശുദ്ധാത്മാക്കളും ഈ ദിവസത്തെ കേൾക്കുമ്പോൾ വിറയ്ക്കും. അവർക്ക് കുറച്ച് വിറയലൊക്കെ വരും. ഈ ദിവസത്തിനെതിരായിട്ട് പല അസഭ്യ ഭാഷണങ്ങളും പറയും. അങ്ങനെയുള്ള ഒരു അസഭ്യ ഭാഷണത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, തെളിവടക്കം. പക്ഷേ അതിനു മുമ്പായിട്ട് മനഃശുദ്ധിയുള്ള ശബത്ത് ആചരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും, എല്ലാ ആത്മീയ കൂട്ടുകാർക്കും, സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി ശബ്ബാത്ത് ശലോം. ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് ശബത്തിനെ പറ്റി പറയാൻ കാരണമുണ്ട്. അതായത് ഫേസ്ബുക്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു. പേര് ഞാൻ പറയുന്നില്ല, പേടിച്ചിട്ടൊന്നുമല്ല, വെറുതെ അവനൊരു റീച്ച് കൂട്ടി അതുമൂലം അവൻ അങ്ങോട്ട് ഫേമസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുമാത്രമല്ല, ഞാനിത് പറയുമ്പോൾ അത് ആരാണെന്ന് എല്ലാവരും പോയി നോക്കും. അങ്ങനെ നോക്കി ആ സാത്താൻ ഒന്നും കൂടി
ഫേമസ് ആകും എന്നല്ലാതെ യാതൊരു കാര്യവും അതിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലർക്കെങ്കിലും അത് കത്തും. കാരണം പലരുടെയും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു പോസ്റ്റായിരിക്കും അത്. അത് മാത്രമല്ല, ആ പോസ്റ്റ് കണ്ടിട്ട് കുറേ പേര് എന്നെയും കുത്തിയിരുന്നു. അപ്പോൾ നുണ പെട്ടെന്ന് പ്രചരിക്കുമല്ലോ, സത്യം വരാനും അത് മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കും. പക്ഷെ അപ്പോഴേക്കും ആ സാഹചര്യത്തിന് വിലയില്ലാതാകും. നമ്മൾ പിന്നീട് സത്യം മനസ്സിലാക്കിയിട്ടും കാര്യമില്ലാണ്ടാവും. പിന്നീട് അത് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. നമുക്കൊരു ചാൻസ് തരും ദൈവം. ആ ചാൻസ് നമ്മൾ ഉപയോഗിച്ച് ബുദ്ധിയോടുകൂടി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെയാവും. പിന്നീട് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് സത്യം മനസ്സിലാക്കുന്നതിലാണ് കാര്യം. ഈ ശബത്തിനെ കുറിച്ച് ബൈബിളിൽ പലയിടത്തും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ അവിടെയൊക്കെ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ചിലയിടത്ത് ശുദ്ധം അല്ലെങ്കിൽ അശുദ്ധം എന്നീ വാക്കുകൾ നിങ്ങൾ ഈ ശബത്തിൻ്റെ കൂടെ കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഉൽപ്പത്തി 2:3 ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, 7-ാം ദിവസം ദൈവം ശുദ്ധീകരിച്ച് നൽകി. അവിടെ ആ വാക്ക് കൊടുത്തേക്കണം എന്തിനാണെന്നാണ് ഞാൻ പറയണേ. പുറപ്പാട് 20:8 വേറെ ഒരു വാക്യാണ്, ശബത്ത് ദിവസം ഓർക്കുക, അതിനെ വിശുദ്ധമാക്കുക. അവിടെയും ശുദ്ധം കൊടുത്തിട്ടുണ്ട്. പുറപ്പാട് 31:14 നിങ്ങൾ ശബത്ത് ആചരിക്കണം, അത് വിശുദ്ധമാണ്, അതിനെ അശുദ്ധമാക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. അവിടെ കൊടുത്തേക്കാം. ഇനി ഏശയ്യ 56:2 ശബത്ത് അശുദ്ധമാക്കാതെ കാക്കുന്നവൻ ഭാഗ്യവാൻ. ഇനി ഏശയ്യ 58:13 ശബത്ത് ദിവസം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്യാതെ അതിനെ മാനിക്കണം, ശുദ്ധീകരിക്കണം എന്ന് അർത്ഥം. അപ്പോൾ ഇവിടെയെല്ലാം ആവർത്തിച്ച് വരുന്ന ഒരു കാര്യമാണ് എന്ത്? ശബത്ത് എന്നത് ദൈവത്തിന് സമർപ്പിച്ച ഒരു വിശുദ്ധ ദിനമാണ്, അതിനെ അശുദ്ധമാക്കരുത് എന്ന് ചുരുക്കം. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞേ, ശുദ്ധാത്മാക്കൾക്കുള്ളതാണ് ഈ ശബത്ത് എന്ന്. ഇത് ശുദ്ധാത്മാക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അശുദ്ധാത്മാക്കൾക്ക് അതിൽ സ്ഥാനമില്ല. അപ്പോൾ ഒരു അശുദ്ധാത്മാവ് ഇട്ട പോസ്റ്റിനെ പറ്റിയാണ് ഞാനിന്ന് പറഞ്ഞു വരുന്നത്. തുടക്കം തന്നെ ശുദ്ധത പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സംശയം കൂടാതെ മനസ്സിലാകണമെങ്കിൽ മനസ്സിൽ ശുദ്ധത വേണം. ദൈവത്തിൻ്റെ വിശുദ്ധ ദിനം ആചരിക്കാനുള്ള യോഗ്യത വേണം. അല്ലാത്തവർക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകില്ല. മുന്നമേ തന്നെ പറയട്ടെ, എതിർക്കാൻ മാത്രമേ അവർക്ക് തോന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയാം. അതായത് ആ പൊട്ടൻ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്, ശബത്തും ശനിയും സാത്താനും പിന്നെ 6 കോണുകളുള്ള നക്ഷത്രവും എന്നാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന് പറയുന്ന പോലെ ശരിക്കും അങ്ങനെയല്ല വേണ്ടേ, സൺഡേയും സാത്താനും പിന്നെ ഞാനും എന്നായിരുന്നു അത് വേണ്ടിയിരുന്നേ. ആ ഒരു ക്യാപ്ഷൻ അതാകുമ്പോൾ ചേരും. അയാളുടെ ആ ആദ്യ വാചകം അത് അയാളെ പറ്റിയിട്ടുള്ള ആ ഒരു അതോടുകൂടി നല്ല ചേർച്ചയും ഉണ്ടായേനെ. പക്ഷെ അയാൾ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശബത്ത് ആചരിക്കുന്നവരെല്ലാവരും വേഗം നോക്കും, എന്താ സംഭവം എന്ന് നോക്കും. മാത്രമല്ല ഇത് ശബത്തിനെ പറ്റി കേട്ടിട്ടുള്ളവരും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളവരും എന്താന്ന് വേഗം നോക്കും. അപ്പോൾ ഇത് സാത്താൻ്റെ കെണിയിൽ വീഴാനുള്ള ഒരു ക്യാപ്ഷൻ. അപ്പോൾ ഈ ഒരു ക്യാപ്ഷൻ ഇത്തിരി മാറ്റം വരുത്തിയിട്ടാണ് ഞാനും കൊടുത്തേക്കണേ. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അതായത് അയാളുടെ ആദ്യ വാചകം തന്നെ തെറ്റാണ്. എന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കുറേ പേരോടുള്ള എൻ്റെ ആൻസറാണിത്. ആദ്യത്തെ വാചകം തന്നെ തെറ്റാണ്. അയാൾ പറഞ്ഞേക്ക ശബത്ത് എന്നാൽ അർത്ഥം വിശ്രമിക്കുക എന്നാണ്. ദൈവം വിശ്രമിക്കാനായി കൊടുത്ത ദിവസമാണ് ഈ ശനി. പക്ഷേ ആ ദിവസത്തിൽ തന്നെ അതിൻ്റെ അർത്ഥം കിടപ്പുണ്ട്. പുറപ്പാട് 20:10 7-ാം ദിവസം നിന്റെ ദൈവത്തിൻ്റെ ശബത്ത് ആകുന്നു. മനസ്സിലായോ? 7-ാം ദിവസം ശബത്ത് ആകുന്നു. അപ്പോൾ യേശുവ സംസാരിച്ചിരുന്ന ഭാഷ ഹീബ്രു ആയിരുന്നു, നമുക്കറിയാമല്ലേ. അത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പലയിടത്തും പറയുന്നത് ബൈബിളിൽ തന്നെ. അല്ലാണ്ട് അറമായ ഭാഷ എന്നൊക്കെ ഉള്ളത് തെറ്റായി പഠിപ്പിക്കലാണ്. ഇനി അപ്പോൾ ദൈവം എന്താ പറയുക, ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ സംസാരിച്ചിരുന്ന ഭാഷ ഹീബ്രു, ദൈവത്തിൻ്റെയും ദൂതന്മാരുടെയും ഭാഷ ഹീബ്രു. അപ്പോൾ ഹീബ്രുവിൽ ശബത്ത് എന്നാൽ ശനിയാഴ്ച എന്നാണ് അർത്ഥം ഹീബ്രുവിൽ. നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ അവൻ പറഞ്ഞ പോലെ വിശ്രമിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം, ശനിയാഴ്ച എന്നാണ് ഹീബ്രുവിലെ അർത്ഥം. അവൻ പറഞ്ഞേക്കണ ഭാഷയിലല്ലോ ദൈവം സംസാരിച്ചിരിക്കുന്നതൊന്നും. ഹീബ്രുവിലല്ലേ ദൈവം സംസാരിച്ചേക്കുന്നേ.
യേശുവ. അപ്പോൾ ഹീബ്രുവിലല്ലേ അർത്ഥം നോക്കേണ്ടത്? ദൈവത്തിൻ്റെ ഭാഷ ഹീബ്രു ആണെന്ന് ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന ആ വാക്ക് ഹീബ്രുവിൽ അർത്ഥമാണ് നോക്കേണ്ടത്, വേറെ ഒരു ഭാഷയിലെ അർത്ഥമല്ല നോക്കണ്ടേ. അപ്പോൾ ശബത്ത് എന്നാൽ ശനിയാഴ്ച എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇനി ഇത് ഞാൻ പറഞ്ഞതല്ലോ, ബൈബിളിൽ നിന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അവൻ്റെ മാതിരി ഇത് ഉണ്ടാക്കിയതല്ല. ഇനി അടുത്തത് അവൻ്റെ വാചകം. അവൻ പറഞ്ഞേക്കണമെന്ന് എന്തിലിപ്പോൾ പറയാൻ പോണേ, 7-ാം ദിവസത്തിന് ശനിയാഴ്ചയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അവൻ പറഞ്ഞത്. അപ്പോൾ ഈ പേരിനാൽ തന്നെ അവൻ പറഞ്ഞ ഈ വാചകം വെള്ളത്തിൽ വരച്ച വരയായില്ലേ? ശബത്ത് എന്നാൽ ശനിയാഴ്ച എന്നാണ് അർത്ഥം. 7-ാം ദിവസം നിന്റെ ദൈവത്തിൻ്റെ ശബത്ത് ആകുന്നു എന്ന് പറഞ്ഞാൽ 7-ാം ദിവസം ശനിയാഴ്ച ആകുന്നു എന്ന് പുറപ്പാട് 20:10 കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 7-ാം ദിവസത്തിന് ശനിയാഴ്ചയായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ വാചകത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാതാകുന്നു. ഇനി ബാക്കിയും കൂടെ കേട്ടാൽ നിങ്ങൾ അവനെ ഓടിച്ചെടുത്തല്ലോ. സൂര്യൻ അടുത്ത അവൻ പറഞ്ഞേക്കാണ് പറയുന്നത്, സൂര്യനെ ആരാധിക്കാൻ റോമാക്കാർ തിരഞ്ഞെടുത്ത സൺഡേ. അതെങ്ങനെ റോമൻ കത്തോലിക്ക സഭയിൽ യേശുവായുടെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെടുത്തി സൂര്യൻ്റെ രൂപം എഴുന്നള്ളിച്ച് വെച്ച് അതിൻ്റെ മുൻപിൽ ക്രിസ്ത്യാനികളെ കുമ്പിടിപ്പിക്കുന്നത് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ ക്രിസ്ത്യാനിറ്റിയുടെ ഉത്ഭവം എവിടെ? യേശുവായുടെ ഉയർപ്പ് എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള വ്യാജേന സൺഡേ ആണ് ഈ ശബത്ത് എന്ന് പറഞ്ഞ് എങ്ങനെ നിങ്ങളെല്ലാവരെയും ഈ സൂര്യദേവനെ പൊക്കിപ്പിടിച്ച് അതിൻ്റെ മുമ്പിൽ പ്രണമിപ്പിക്കുന്നു എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, അതിൻ്റെ തെളിവുകളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യം അല്ലേ, അത് നേരെ തിരിഞ്ഞു. അവൻ പറയാണ് അവൻ്റെ വീഡിയോയിൽ ഇങ്ങനെ എന്ന്. സത്യം ഇതാണെങ്കിൽ അവൻ തിരിച്ചു പറയുകയാണ് സാറ്റർഡേ ആണ് സാത്താൻ്റെ ദിവസമെന്ന്. മനസ്സിലായോ? സത്യം സൺഡേ ആണ് സാത്താൻ്റെ ദിവസം എന്നത്. അത് നേരെ തിരിച്ച് അവൻ പറയാണ് സാറ്റർഡേ ആണ് സാത്താൻ്റെ ദിവസം എന്ന്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ വാക്കിന് എതിര് നിൽക്കുന്നവൻ അവനാണ് സാത്താൻ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ പോസ്റ്റ് ഇട്ട ആ മഹാൻ അശുദ്ധാത്മാവ് അവൻ തന്നെ സാത്താൻ തന്നെയാണ്. പിന്നീട് അവൻ പറഞ്ഞിരിക്കുന്നത് 6 മൂലകളുള്ള ജൂത നക്ഷത്രത്തെക്കുറിച്ചാണ്, മകൻ ദാവീദിനെ കുറിച്ച്. അവൻ പറഞ്ഞ ആ പേരിൻ്റെ തന്നെയാണ് ഞാനിപ്പോൾ അത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. കൂടുതലായിട്ട് ഞാനും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവൻ്റെ വായിച്ചു പോയില്ല. കാരണം ഒരു നുണ കേൾക്കുമ്പോൾ പിന്നെ നമുക്കത് പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും എന്ന് കരുതിയാണ് ഞാൻ ഈ വിഷയം എടുക്കാൻ തന്നെ കാരണം. കള്ളന്മാർ നമ്മൾ തിരിച്ചറിയണം വിത്ത് പ്രൂഫ്. അപ്പോൾ ഇനി അടുത്തത് അവൻ പറയുന്നത് 6 മൂലകളുള്ള ജൂത നക്ഷത്രത്തെക്കുറിച്ചാണ്, മകൻ ദാവീദിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷം മാർച്ച് 29 ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളതിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജൂത നക്ഷത്രം ഇസ്രായേലിൻ്റെ പരിരക്ഷ എന്ന് പറഞ്ഞിട്ടാണ് ഞാനതിന് ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ ഈ പോസ്റ്റിൽ എന്താ പറയണമെന്ന് വെച്ചാൽ ദാവീദിന് ഈ നക്ഷത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബൈബിളിൽ ഈ നക്ഷത്രത്തെക്കുറിച്ച് ഒരിടത്തും പറയുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തെളിവുകളാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ദാവീദ് തൻ്റെ പരിചയിൽ ഉപയോഗിച്ചിരുന്ന ഈ നക്ഷത്ര ചിഹ്നത്തിന് അർത്ഥപൂർണമായ ഒരു നീണ്ട ചരിത്രമുണ്ട്. രക്ഷാചരിത്രത്തിൽ ദാവീദിൻ്റെ പങ്കിനെ ബൈബിൾ സ്ഥിരീകരിക്കുകയും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പ്രതീകങ്ങളായിട്ട് നക്ഷത്രങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി 15:5 വായിച്ചിട്ടുണ്ടെങ്കിൽ അബ്രാഹത്തോട് ദൈവം പറയുന്നുണ്ട്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ എണ്ണ്, അത്രയധികം നിന്റെ സന്തതികളെ നിന്നെ ഞാൻ പെരുപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രക്ഷാചരിത്രത്തിൻ്റെ തുടക്കം തന്നെ അവിടെ മുതലാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ 6 മൂലകളാണ് ഈ നക്ഷത്രത്തിനുള്ളത്. 6 വശങ്ങൾ കൊണ്ടാണ്, മൂലകൾ കൊണ്ടാണ് ഈ നക്ഷത്രം, അതായത് നമ്മുടെ യൂണിവേഴ്സ് നിലനിൽക്കുന്നത് ഈ 6 മൂലകൾ കൊണ്ടാണ് എന്നാണ് അർത്ഥം. ഈ ചിഹ്നത്തിൽ 2 ഓവർലാപ്പിംഗ് ത്രികോണങ്ങളുണ്ട്, ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും. നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സ്റ്റാറും അത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതെന്തിനാ മുകളിലോട്ടും താഴോട്ടും എന്ന് ചോദിച്ചാൽ ദൈവവും മനുഷ്യനും അല്ലെങ്കിൽ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ 6 വശങ്ങളിൽ നിന്നും വരുന്ന സാത്താനെ എതിർക്കാനായിട്ട് 7th സ്റ്റാറായ കർത്താവ്
യേശുവ പൊരുതും. സെൻട്രലിൽ കർത്താവുണ്ട്. കാണാനായിട്ട് നമുക്ക് പറ്റില്ല. കാൽവരി ക്രൂശിൽ സെൻട്രലാണ് കർത്താവിനെ ക്രൂശിൽ തറച്ചതല്ലേ. അത് ദൈവനിശ്ചയം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ 6 വശങ്ങൾ നിങ്ങൾക്ക് ഏതെന്ന് മനസ്സിലായോ? 4 വശം നമുക്കറിയാം അല്ലേ. പിന്നെയുള്ള 2 വശങ്ങളാണ് മുകളിലും താഴോട്ടും. ഈ 6 വശത്തു നിന്നുള്ള സാത്താൻ്റെ എല്ലാ പകടകളികളെയും കർത്താവ് 7ാമത്തെ സ്റ്റാർ എന്ന് നമ്മൾ ഉള്ളിൽ നടുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റില്ല. വിശ്വസിക്കുന്ന യേശുവ നമ്മെ പരിരക്ഷിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി വെളിപാട് 22:16 വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നത്, ഞാൻ ദാവീദിൻ്റെ വേരും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു എന്നാണ്. മനസ്സിലായോ? ദാവീദിൻ്റെ ആ നക്ഷത്രം ഞാനാകുന്നു എന്നാണ് കർത്താവ് പറയുന്നേ. മനസ്സിലായോ? വെളിപാട് 22:16. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ അയാൾ പറഞ്ഞത് തെറ്റിയില്ലേ? അത് മാത്രമല്ല, നമുക്ക് സങ്കീർത്തനം 91 എല്ലാ ക്രിസ്ത്യാനികളും കിടക്കാൻ നേരത്തും എപ്പോഴും പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചൊല്ലുന്നതാണല്ലേ. അപ്പോൾ അതിൽ എന്തിട്ട് കൊടുത്തേക്കുന്നത്? പകൽ പറക്കുന്ന അസ്തത്തെയും രാത്രിയിൽ വരുന്ന ഭീകരതയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും ഒക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ സാത്താൻ്റെ ഒരു വെല്ലുവിളി നമ്മൾ നേരിടുന്നുണ്ട് എല്ലാ സമയത്തും അല്ലേ. അപ്പോൾ എല്ലാം ചെറുക്കാൻ പറ്റുന്ന ഒരു പരിച അവിടെ നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ സങ്കീർത്തനം വായിച്ചു നോക്കി അറിയാൻ പറ്റും. ആ പരിചയാണ് മകൻ ദാവീദ്. ഇനി നമ്മൾ കബല ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ ദൈവവുമായിട്ട് ആദ്യം സംസാരിച്ചിരുന്ന സ്രോതസ്. അയാൾ പറഞ്ഞ ഒരു ഭാഗമാണ് ഞാൻ ക്ലിയർ ആക്കാൻ പോകുന്നത്. സാത്താൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഭാഗമാണ് ഇപ്പം ഞാൻ ക്ലിയർ ആക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ദാവീദ് പരിചയിൽ ഉപയോഗിച്ചിരുന്ന ആ സ്റ്റാർ ആയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇസ്രായേൽ ദൈവവുമായിട്ട് സംസാരിക്കാനുള്ള ഒരു മുഖ്യ സ്രോതസ് ആദ്യം ഈ കബലയായിരുന്നു. അത് ഉദാഹരണം നമ്മൾ യാക്കോബിൻ്റെ മൽപ്പിടുത്തം ഉണ്ടല്ലേ, ആ ഒരു ഭാഗം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നേരം വെളുക്കുന്നവരെ യാക്കോബ് ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തം. അപ്പോൾ അത് കബല ഉപയോഗിച്ചിട്ടായിരുന്നു. പിന്നീട് ഈ കബലയെ ശലോമോൻ ആഭിചാരത്തിന് വേണ്ടി അപ്പോഴാണ് ദൈവം ഈ കബല സ്റ്റോപ്പാക്കിയത്. കാരണം അത് സാത്താനുള്ള ഒരു എൻട്രി കൂടെ ആയപ്പോൾ ദൈവം പിന്നെ കബല നിർത്തി. പകരം കർത്താവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. പരിശുദ്ധാത്മാവ് വഴിയാണ് ഇപ്പോൾ നമുക്ക് ദൈവവുമായുള്ള സമ്പർക്കം കിട്ടുന്നത്. ഈ കബല അവിടെ വെച്ച് സ്റ്റോപ്പായി. ശലോമോൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് തുടങ്ങിയിട്ട് പിന്നെ കബല ദൈവവുമായിട്ടുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു സോഴ്സ് അല്ല. പക്ഷെ എന്ത് സംഭവിച്ചു? അന്ന് കബല ഉപയോഗിച്ച് ഈ ആഭിചാര പ്രവൃത്തികൾ ചെയ്തല്ലോ. അപ്പോൾ കബല പിന്നീട് സാത്താൻ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, യഹൂദൻ്റെ തോറയിൽ വള്ളിയും പുള്ളിയും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കബല ഉപയോഗിക്കുമ്പോൾ നിക്കൂത് ഉപയോഗിച്ച് ദൈവനാമം ഉപയോഗിച്ച്, അതായത് യൂദ് ഹേ വവ് ഹേ എന്ന ആ നാമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കബല ഉപയോഗിച്ച് സാത്താനെ പ്രതിരോധിക്കുക അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മോശയ്ക്ക് 10 പ്രമാണങ്ങൾ കൊടുത്തപ്പോൾ ഈ കബലയും ദൈവം കൊടുത്തിരുന്നു ദൈവത്തോട് സംസാരിക്കാനായിട്ട്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. പക്ഷെ ശലോമോൻ ഈ ആഭിചാരത്തിന് ഉപയോഗിച്ചപ്പോൾ ആ ദൈവവുമായിട്ടുള്ള ആ കണക്ഷൻ ദൈവം കബലയിലൂടെ നിർത്തി. അതായത് ഈ കബലയിൽ ഒരു കറക്റ്റ് ഫ്രീക്വൻസിയിൽ വരണം ദൈവവുമായിട്ട്, എങ്കിലും നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പിന്നീട് ഈ ഫ്രീ മേസൺസ് ഒക്കെ ഉണ്ടല്ലോ, ഇലുമിനാലിറ്റീസ്, അവരെ പറ്റി ഞാൻ മുൻപ് നിങ്ങളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഏരിയ 51, അമേരിക്കയിലുള്ള ഒരു വനമാണത് ഏരിയ 51. ആ ഒരു കാട്, ആ ഭാഗത്തെക്കുറിച്ച് ലോകത്തിനൊന്നും അറിവില്ല. നിങ്ങൾ ഗൂഗിളിലോ എവിടെയെങ്കിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാകും. ഈ ഏരിയ 51 ഒരു മിസ്റ്ററിയാണ്. അതായത് എന്താ പറയുക, അതിനെപ്പറ്റി ലോകത്തിനൊന്നും കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അവിടെയാണ് ഈ ഏലിയൻസിനെയൊക്കെ ഇലുമിനാലിറ്റീസ് വിളിച്ചു വരുത്തി സംസാരിക്കുന്ന ഒരു ഭാഗം. അതായത് കബല തെറ്റായി ഉപയോഗിച്ച് ആഭിചാരം ചെയ്ത് സാത്താനുമായിട്ട് സംസാരിക്കുന്നതും ഭാവി കാര്യങ്ങൾ അറിയുന്നതും പ്ലാൻ ചെയ്യുന്നതും ഒക്കെ ആ ഒരു ഏരിയയിലാണെന്നൊക്കെ പറയപ്പെടുന്നു. അല്ലാണ്ടും ഉണ്ട്. ഈ പിരമിഡ് അതിൻ്റെ ഉള്ളിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ആഭിചാരത്തിനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്.
അതിൽ പക്ഷെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് ഇസ്രായേലിൻ്റെ സ്റ്റാറാണ്. ആ സ്റ്റാറിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് ഈ സാത്താൻ സഭക്കാർ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ സ്റ്റാറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഇസ്രായേലിൻ്റെ ആ സ്റ്റാർ തന്നെ എടുക്കണം. അതിലെന്തെങ്കിലും വ്യത്യാസം, അളവിലോ ചെരിവിലോ എന്ന് വേണ്ട, ചിഹ്നങ്ങളിലോ എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ നിങ്ങളത് യൂസ് ചെയ്യരുത്. അത് സാത്താൻ്റെയാണ്. അപ്പോൾ ഇനി ദാവീദിൻ്റെ ജീവിതത്തിലെ കബല, അത് സങ്കീർത്തനം 18:2 പറയുന്നുണ്ട്. അതായത് സാവൂളിൽ നിന്ന് ദാവീദിനെ രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയാണ്, അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ പരിചയും അഭയകേന്ദ്രവും എന്ന്. അപ്പോൾ ഇവിടെ പറയുന്ന ആ പരിച, അതിൻ്റെ അടയാളമാണ് മകൻ ദാവീദ്. മകൻ ദാവീദ് വേറെയാണ്, ഈ കബലയിൽ ഉപയോഗിക്കുന്ന ആ സ്റ്റാറും വേറെയാണ്. 6 വശങ്ങളുള്ള ജൂത നക്ഷത്രത്തിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം, തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന്. അല്ലാണ്ട് കാടടച്ച് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാ സ്റ്റാറും ഒരുപോലെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ്. വല്ലവരും വല്ലതും അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പറയുന്നത് കേട്ട് വിശ്വസിക്കാതെ ശരിയും തെറ്റും വേർതിരിച്ച് നിങ്ങൾ പഠിക്കണം. വിവേകമുള്ളവനാകണം. മനസ്സിലായോ? അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താണ് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരുതി നമ്മൾക്ക് വിവേകമുണ്ടാവണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ എന്തിനോടും പെട്ടെന്ന് ഒരു ആകർഷണത്വം തോന്നുന്ന ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ മറ്റുള്ളവർക്ക് എപ്പോഴും പറ്റിക്കാൻ എളുപ്പമാണ്. അവർ എല്ലാവരും പറയണത് അങ്ങോട്ട് വിശ്വസിക്കും. പക്ഷെ സത്യങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് വിശ്വസിക്കാൻ പഠിക്കണം. നിങ്ങൾ ആരെന്ത് പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കണം, ഇത് ഇവൻ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇവൻ എന്താണ് ഫലം. എന്താ പറഞ്ഞേക്കണേ കർത്താവ്? ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാൻ പഠിക്കണം എന്നാണ് അല്ലേ. അവൻ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അതിന് പിന്നിൽ അവൻ എന്തെങ്കിലും അജണ്ടയുണ്ടോ, അല്ലെങ്കിൽ അവൻ തെറ്റ് പഠിച്ചത് നമ്മളെ പഠിപ്പിക്കുന്നതാണോ? ഈ കുരുടൻ സഭയിൽ ചെയ്യുന്നവനൊക്കെ കുരുടന്മാർ എന്താ പറയുക, അന്ധന്മാരെ നയിച്ച് പൊട്ടക്കുഞ്ചിൽ കൊണ്ട് ഇടുന്നത് പോലെയാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും സത്യം ഇതിലുണ്ടോ? അപ്പം അത് സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് സത്യമാണ് എങ്കിലാണ് നമ്മൾക്ക് അവനെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് എങ്കിൽ നമ്മൾക്ക് തെറ്റ് പറ്റില്ല സഹോദരങ്ങളെ. അതായത് ദൈവവുമായിട്ട് ഒരു അടിസ്ഥാന ബന്ധം, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബേസ് അത് നമുക്ക് ഉണ്ടെങ്കിൽ, അതുണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ നമ്മളെ തെറ്റിക്കാനായിട്ട് ഒരു അശുദ്ധാത്മാവിനും പറ്റില്ല, ഒരു സംശയത്തിനും സ്ഥാനമുണ്ടാവില്ല. ശബത്ത് ആചരിക്കുന്ന നമ്മെ കർത്താവ് വഴി നടത്തുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂടെയുണ്ടോ? നാം അനുഭവിക്കുന്ന ഓരോ പ്രശ്നത്തിലും ദൈവം ഇടപെടുന്നുണ്ടോ? ഞാൻ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളോട് തന്നെ ചോദിക്കും. മനസ്സിലായോ? അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നിനക്ക് രോഗം വന്നാൽ ഡോക്ടർ ആവാനും, നിനക്ക് സങ്കടം വന്നാൽ നിന്നെ ആശ്വസിപ്പിക്കുവാനും, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ റിപ്പയർ ചെയ്യാനും എന്ന് വേണ്ട നിൻ്റെ എല്ലാ കാര്യത്തിലും ദൈവം ഇടപെടുന്നുണ്ട് എങ്കിൽ നീ പോകുന്ന വഴി കറക്റ്റാണ്. കാരണം സാത്താൻ അത് ചെയ്യില്ല. കാരണം അവൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് ഉയർച്ച കൊടുക്കും. ഉയർന്ന് വാനോളം ഉയർത്തിയിട്ട് പെട്ടെന്ന് തന്നെ അവൻ അഗാധമായ ഗർത്തത്തിലേക്ക് നിന്നെ തള്ളിയിടും. ചതിയനാണവൻ. അപ്പോൾ പക്ഷെ നമ്മുടെ ആബ അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലേ ഈ മുസ്ലിമുകളോട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് ആരെങ്കിലൊക്കെ കൊന്നിട്ട് കയറി വായോ, അവിടെ നിങ്ങൾക്ക് മദ്യപ്പുഴയുണ്ട്, ഹൂറികളുണ്ടെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കലാണ് ഈ സാത്താൻ്റെ തൊഴിൽ. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ആബ, അങ്ങനെയല്ല. മനസ്സിലായോ? അതായത് എന്തെങ്കിലും ഇപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രതിരോധിക്കാൻ നമ്മെ തന്നെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് തന്നെ കർത്താവ് അത് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ സൂത്രത്തിൽ വന്ന് ഓട്ടടക്കാൻ സ്വഭാവം നമ്മുടെ അപ്പനില്ല. നിങ്ങളെ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യിപ്പിക്കുക. ദൈവം വന്ന് നിങ്ങൾക്ക് അത്ഭുതം കാണിച്ച് ചെയ്യിപ്പിക്കില്ല. ആ ചെയ്യിപ്പിക്കുന്നത്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശാശ്വതമായിരിക്കും. പെട്ടെന്ന് അത്ഭുതം കാണിക്കുന്ന ഒരു മജീഷ്യനല്ല ദൈവം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സാത്താനാണ്, നിങ്ങൾക്ക് തിരിച്ചറിയാം. അപ്പോൾ എല്ലാവരും ഹൃദയത്തിൽ ശങ്കിക്കാതെ, നമ്മളും ആബയും തമ്മിലുള്ള അടയാളമാണ്, ബന്ധമാണ് ഈ ശബത്ത്. പൊക്കിൾ കൊടി പോലെ ഞാൻ നിങ്ങളോട് പലവട്ടം എല്ലാ ശനിയാഴ്ചയും നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ, തെളിവനുസരിച്ച്.
ഓരോന്നും എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ബന്ധമാണ് നമ്മൾ ആബയും തമ്മിലുള്ള ആ ബന്ധം, വിശുദ്ധിയോടുകൂടി അത് നമ്മൾ ആചരിക്കണം. എല്ലാ അശുദ്ധാത്മാക്കളെയും അകറ്റി നിർത്തണം. പിശാചിന് അവസരം കൊടുക്കരുത്. കാരണം എന്താ, അവസരം കൊടുത്താൽ അവൻ നമ്മളെ അടിമയാക്കും. അപ്പോൾ അവസരം കൊടുക്കാനായിട്ട് ഇടയേ ആവരുത്. നമ്മൾ ദൈവത്തിനനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകളാക്കാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സാത്താൻ അവൻ്റെ അടിമയാക്കും. പിന്നെ അവനിൽ നിന്ന് പോരാൻ കുറച്ച് പാടാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉപദേശിച്ച് തരികയാണെങ്കിൽ അതിൽ സത്യം അന്വേഷിക്കുക. നിങ്ങൾ ആബയോട് തന്നെ ചോദിക്കുക. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളും ആബയുമായിട്ട് ഉണ്ടാകണം. അപ്പോൾ ആബയോട് ചോദിക്കുക, ഇങ്ങനെ ഞാൻ കേട്ടല്ലോ, അപ്പോൾ ഇതിലെന്താണ് സത്യം, ഇതിലെന്താണ്, അപ്പോൾ ഇവനെ എങ്ങനെ പ്രതിരോധിക്കണം, എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നെ വഴി നടത്തും. പക്ഷെ ഇതൊന്നും ഉറപ്പില്ലാത്തവർ സാത്താൻ വലിച്ചു കൊണ്ട് പോകും. അവരാണ് ഈ ക്വസ്റ്റ്യൻസുമായി നമ്മളുടെ അടുത്തേക്ക് വരിക. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ ആരും തെറ്റിദ്ധരിപ്പിച്ചതും അല്ല, എന്താ പറയുക, നിങ്ങളിൽ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങനെ ഒരു സംശയത്തിന് ഇടമേ വരരുത്. കാരണം നമ്മൾ പോകുന്ന വഴി നമുക്കറിയാം, അത് ദൃഢമാണ്. അതിന് ഒരിക്കലും ചാഞ്ചല്യപ്പെടാൻ പാടില്ല. അപ്പോൾ ഞാൻ നിർത്താണ്. നിങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. അയാളുടെ പോസ്റ്റിൻ്റെ തെറ്റുകളും അതിലൊന്നും ഒരു കഴമ്പില്ല എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ പറഞ്ഞതിലൊക്കെ മനസ്സിലായോ? നിങ്ങൾ കൂടുതൽ അന്വേഷിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ് അയാൾ പറഞ്ഞ ആ 6 വശങ്ങളുള്ള നക്ഷത്രം എന്നും അത് ജൂതൻ്റെ ഫ്ലാഗിലുള്ള അല്ലെങ്കിൽ ജൂതൻ്റെ നക്ഷത്രമല്ല. അയാൾ പറയുന്നതൊക്കെ നുണയാണ്. അത് കബലയിൽ ഉപയോഗിക്കുന്ന വേറെ ആ നക്ഷത്രം ഇതുപോലെ ഇരിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് വ്യത്യാസം. എപ്പോഴും അങ്ങനെയാണല്ലോ സാത്താൻ. എപ്പോഴും ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവനാണല്ലോ അവൻ. അപ്പം ദൈവത്തിൻ്റെതായ ചിഹ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് അവനും വരിക. അതാ ഞാൻ പറഞ്ഞത്, ഈ അന്ത്യകാലത്തിൽ എപ്പോഴും സാത്താൻ വചനം എടുത്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വരിക അല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ, മരുഭൂമിയിലെ പരീക്ഷയിൽ യേശുവായുടെ അടുത്ത് പോലും അവൻ വന്നത് വചനം എടുത്തുകൊണ്ടാണ്. അപ്പം ഇന്നും നമ്മൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഒട്ടുമിക്കതും വചനം കൊണ്ട് തന്നെ വരിക. നമ്മളുടെയൊക്കെ ഈ കമൻറ്റ് ബോക്സിലും വചനം കൊണ്ട് തന്നെ എടുത്തിട്ട് വരുന്നേ. ആ വചനത്തിൻ്റെ അർത്ഥം പക്ഷെ അവന് മനസ്സിലാകുന്നത് വേറെ രീതിയിലാണ്. നമ്മൾക്ക് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാകുമ്പോൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവൻ അതിൻ്റെ അർത്ഥം വേറൊരു രീതിയിലാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളവരോട് എന്താ ചെയ്യണ്ടേ? വാദിച്ചിട്ട് കാര്യമില്ല. അതായത് പന്നികൾക്ക് മുത്തുകൾ ഇട്ട് കൊടുക്കുന്ന മാതിരിയാണ് അവനെ നന്നാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവനിട്ട് നല്ലത് കൊടുക്കുക, അതേ നമുക്ക് പറ്റുള്ളൂ. മുഖം നോക്കേ വേണ്ട. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നത് സ്റ്റാർ, നക്ഷത്രം. അതിനെ കൊഗാവ് എന്നാണ് ഹീബ്രുവിൽ പറയുക. സ്പെല്ലിങ് KOKHAV. അപ്പോൾ എല്ലാവർക്കും തോതറബ എന്നെ ഇത്ര നേരം ശ്രമിച്ച എല്ലാവർക്കും തോതറബ. ആർക്കും ഒരു സംശയമോ ഒന്നും വേണ്ട. ശബത്ത് എന്നത് നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ദൃഢബന്ധത്തിൻ്റെ ഒരു അടയാളമാണ്. അതെല്ലാവർക്കും ശബത്ത് ആചരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം. ആചരിക്കാത്തവർക്കാണ് ഇതിനെ പറ്റിയുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. കാരണം ആചരിക്കുന്നവർ ദൈവം ആ ഒരു ലെവലിലാണ് ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിതം കൊണ്ടുപോകുന്നത്. അതിനൊക്കെ ഞാനൊക്കെ ഓരോ നിമിഷവും എൻ്റെ ആബയോട് നന്ദിയുള്ളതാണ്. ആബ ഇടപെടുന്നുണ്ട്, നമുക്കത് അറിയാം. അതൊരു ആത്മബന്ധമാണ് ദൈവവുമായിട്ട് സംസാരിക്കുന്നതും. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളല്ല. അത് അറിഞ്ഞവർക്കും അനുഭവിച്ചവർക്കും മനസ്സിലാകുന്ന കുറേ എന്താ പറയുക രഹസ്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഞാൻ നിർത്താണ്. എല്ലാവർക്കും തോതാ റബ്ബ. എൻ്റെ ആബയ്ക്കും തോതാ.